CGS7 handing over of the time world record to Mrs. Elizabeth Augustine for growing the tallest scorpion orchid in the world, which has reached over 12 meters and has spikes measuring 90. ഒരു വലിയ അഭിമാനത്തിൻ്റെ ഒരു നിമിഷത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. കാരണം ചെടികളെയും പച്ചക്കറികളും എല്ലാം നമ്മുടെ പ്രത്യേകിച്ച് അതിനകത്ത് എടുത്തു പറഞ്ഞ ഒരു കാര്യം കാർബൺ ന്യൂട്രൽ പ്രോഗ്രാമുകളിലേക്ക് ഏറ്റവും സജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ കൂടിയാണ് ഈ ഒരു ഏരിയ. അപ്പോൾ ടീച്ചറുടെ ഡെഡിക്കേഷൻ എത്രയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഒരു ചെടി നട്ട് അടുത്ത വർഷം അല്ലെങ്കിൽ പിറ്റേ വർഷം നമുക്കത് പൂത്തില്ല കായ്ച്ചില്ലെങ്കിൽ നമുക്ക് വലിയ ഒരു ടെൻഷനാണ്. പിന്നെ അത് വെട്ടിക്കളയാനേ നമ്മൾ നോക്കുള്ളൂ. പക്ഷെ ഇത്രയും നാളിതിനെ പരിരക്ഷിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ അത് നോക്കുക എന്ന് പറയുന്നത് ഇത്രയും ക്ഷമ വേണം നമുക്കതൊരു ഇത്രയും വലിയ ഉയരത്തിലുള്ള ഒരു റെക്കോർഡ് നേടണമെങ്കിൽ. അത് ഈ ചെടിയുടെ വളർച്ച കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആദ്യ കാലങ്ങളിലൊന്നും പൂവുണ്ടാവില്ല, ഏറ്റവും അറ്റത്ത് എന്നിട്ടാണ് ഇത് ഫ്ലവറിങ് ആവുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇവരത്രയും കുട്ടികളെ പരിചരിക്കുന്ന പോലെ തന്നെ ഈ ചെടികളെ പരിചരിച്ചത് കൊണ്ടുള്ള ഒരു നേട്ടം കൂടിയാണ്. അതിന് ടീച്ചറുടെ ഹസ്ബൻഡും വീട്ടിലുള്ള എല്ലാവരും നമുക്ക് എല്ലാവരും തന്നെ അവരെ സഹായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ടീച്ചർ ഇതിനു മുൻപും നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ നന്ദിയും കടപ്പാടും അതോടൊപ്പം തന്നെ അഭിനന്ദനങ്ങളും ടീച്ചറിനെ അറിയിക്കുകയാണ്. കൂടാതെ തന്നെ ഇത് വേൾഡ് റെക്കോർഡ് ഇനിയും ഒത്തിരി ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. UK ബേസ്ഡ് ആയിട്ടുള്ള ടൈം വേൾഡ് റെക്കോർഡിൻ്റെ UAE അതേപോലെ ഇന്ത്യയുടെ പ്രതിനിധിയാണ്. ദിലീപ് ആർട്ട് ഗാലറി എന്ന യൂട്യൂബ് ചാനലിലൂടെ ആണ് ആദ്യമായിട്ട് എലിസബത്ത് മാഡം ടീച്ചർ സഹോദരി എന്നെ ബന്ധപ്പെടുന്നത്. എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഓർക്കിഡ് ചെടിയുണ്ട്, അതൊന്ന് റെക്കോർഡാക്കാൻ പറ്റുമോ? ഉടനെ ഞങ്ങളതിൻ്റെ അപ്ലിക്കേഷൻ ഫോം അയക്കുകയും അതുപോലെ ഇതിൻ്റെ ഫോട്ടോഗ്രാഫ് വീഡിയോഗ്രാഫ് നമ്മുടെ ഈ പ്രദേശത്തുള്ള അഗ്രികൾച്ചർ ഓഫീസർ സർട്ടിഫൈ ചെയ്തു. അതേപോലെ സർവേയർ ഇതിൻ്റെ വലിപ്പെടുത്തു. ഇത് വളരെ സന്തോഷമുണ്ട്. കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വേൾഡ് റെക്കോർഡിലേക്ക് വരുന്ന അപ്ലിക്കേഷനുകൾ. ഒരു ദിവസം 10,000 അപേക്ഷകരിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നാണെന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. കേരളം ഈ ഇന്ത്യയുടെ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു സംസ്ഥാനം, അതേപോലെ ലോക ശ്രദ്ധയാകർഷിച്ച ഒരു സംസ്ഥാനമായി എഡ്യൂക്കേഷനിലും കലയിലും സംസ്കാരത്തിലും വാസ്തുവിദ്യയിലും ഒക്കെ ലോകത്തെ അതിശയപ്പെടുത്തുന്ന ഒരുപാട് പ്രതിഭകളെ ലോകത്തിന് സംഭാവന ചെയ്ത നമ്മുടെ കൊച്ചു കേരളത്തിൽ വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ വാരാപ്പുഴ പുത്തമ്പള്ളി എന്ന എലിസബത്ത് മാഡത്തിൻ്റെ വീട്ടിൽ വളരെ സന്തോഷത്തിൽ ഔപചാരികതകളൊന്നുമില്ലാതെ നമ്മൾ കൂടിയിരിക്കുകയാണ്. ഒരുപാട് മഹാപ്രതിഭകൾ, അവരെ ഹസ്ബൻഡുണ്ട്, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, അതേപോലെ നിങ്ങളെപ്പോലെ ബന്ധുക്കളും കുടുംബക്കാരും അതേപോലെ നാട്ടുകാരൊക്കെ ഒരു വലിയ ആഘോഷമായി ഒരു കേക്ക് കട്ട് ചെയ്തുകൊണ്ട് ഈ വലിയ മുഹൂർത്തത്തെ ധന്യമായി ലോകം ശ്രദ്ധേയമായ നമ്മൾ കൊച്ചു കേരളം, കൊച്ചല്ല അത് വലുതാണ്. എല്ലാ നിലയിലും ലോകത്തിന് വലിയ പ്രതിഭകളെ സംഭാവന ചെയ്യാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ സാംസ്കാരിക പൈതൃകവും വൈജാത്യങ്ങളുമൊക്കെ അതിനെ ഞെട്ടിപ്പിക്കുന്ന അതിശയപ്പെടുത്തുന്ന. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പം അവരോട് സംസാരിച്ചിരുന്നു ഇത്, കാരണം ഇതിന് ജീവനുണ്ട്. അപ്പം നമ്മളൊക്കെ ഇപ്പം എൻ്റെ വൈഫ് പല കാര്യങ്ങളിലും അവർ വളരെ താല്പര്യമാണ്, ടീച്ചിങ്ങിലാണെങ്കിലും അതേപോലെ സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഒക്കെ. പക്ഷേ ഞാനൊരു ചെടി നട്ടിരുന്നു മാഡം, നമ്മുടെ പാഷൻ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അത് ഞാൻ ഗൾഫിലായിരുന്നു, അപ്പോൾ വന്ന് നോക്കുമ്പോൾ അത് കാണുന്നില്ല. എന്തേ നീ വെട്ടിക്കളഞ്ഞെന്ന് ചോദിച്ചു. അത് പൂക്കുന്നില്ല, കായ്ക്കുന്നില്ല. അപ്പോൾ എനിക്ക് വളരെ സങ്കടമായി. പൂക്കാത്ത മനുഷ്യരുണ്ട്, കായ്ക്കാത്ത മനുഷ്യരുണ്ട്, അവരൊക്കെ വെട്ടിക്കളയാണോ? അതിന് ജീവനുണ്ട്. അപ്പോൾ ഈ ജീവനുണ്ട് എന്ന് ആദ്യമായിട്ട് ഞാൻ കേട്ടത് എലിസബത്ത് ടീച്ചറുടെ വാക്കിൽ നിന്നാണ്. ചെടികൾക്ക് ജീവനുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുക. അതായത് പൂക്കാത്തതിനും കായ്ക്കാത്തതിനും ഒക്കെ വെട്ടിക്കളയുന്ന ഒരു രീതി നമ്മുടെ പുതിയ തലമുറക്ക് വന്നു ചേരുകയാണ്. കാരണം അങ്ങനെ ഉണ്ടല്ലോ, മനുഷ്യരുണ്ട്,
അതേപോലെ ട്രാൻസ്ജെൻഡറുകളായിട്ടുള്ള മനുഷ്യരുണ്ട്, അതേപോലെ വികലാംഗരുണ്ട്. ഇപ്പം വിദേശ രാജ്യങ്ങളൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ 10-13 രാജ്യങ്ങളൊക്കെ വൈകല്യമുള്ള മനുഷ്യരെ പ്രത്യേക പരിഗണന അവർക്ക്. നിങ്ങൾ അറിയാം, ഫിഫ വേൾഡ് കപ്പിൽ ഞാൻ അതിൻ്റെ പ്രതിനിധിയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ബൂട്ട് ഫിഫ വേൾഡ് കപ്പിൽ ഞാൻ അയച്ചിരുന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ട്. നിങ്ങൾ വായിച്ച് കാണും. അപ്പോൾ അവിടെ പോയപ്പോൾ അവരൊക്കെ തരുന്ന, വേറൊരു രാജ്യം തരുന്ന ലിംഗപരിതമരായ മനുഷ്യരോട്, അതേപോലെ ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ വൃദ്ധസദനങ്ങൾ കൂടുക, അപ്പം വാർദ്ധക്യം വരുന്നതോടെ അവിടെ ഒഴിവാക്കുന്ന ഒരു രീതി. കാരണം കായും പൂവും ഒക്കെ നഷ്ടപ്പെടുമ്പം അവരെ മാറ്റി നിർത്തുന്ന ഒരു തലമുറയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. കേരളത്തിൻ്റെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു, അതേപോലെ കേരളത്തിൻ്റെ വീഴ്ച വന്നു. അതുമാത്രമാണ്. ഞാൻ കൂടുതൽ സംസാരിക്കില്ല. നിങ്ങളെ ഈ നാട്ടുകാരെ കണ്ടതിൽ ഞാൻ കോഴിക്കോട് നിന്നാണ് അതിരാവിലെ വന്നു. 5 മണിക്കൂറുകളോ യാത്ര ചെയ്തിട്ടാണ് നിങ്ങളെടുത്ത് വരുന്നത്. വളരെ സന്തോഷമുണ്ട് ഈ അത്ഭുതകരമായ ചടങ്ങ്. കാരണം കൃഷിയെ സ്നേഹിക്കുകയും പ്രകൃതിയെ സ്നേഹിക്കുകയും ഇത്രയും ഒരു വലിയ മരം വർഷങ്ങൾ തന്നെ എടുത്തിട്ടുണ്ടാവും. ഇത്രയും വലുപ്പം ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു ഓർക്കിഡ് ചെടി ഇത്രയും പ്രായത്തിൽ ഇത്രയും ഉയർച്ചയിൽ നിൽക്കുന്നത്. അതിനൊക്കെ നേതൃത്വം കൊടുത്ത എലിസബത്ത് അഗസ്റ്റിനെ അകമടഞ്ഞ് ആശംസിക്കുന്നു. എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരാണ്. ഇനി നമുക്ക് അവാർഡ് ദാന ചടങ്ങിലേക്ക് പോകാം. Thank you, Mr. Dilip sir. Welcome once again. I welcome all of you. The Time World Records Award Distribution Ceremony. The Time World Record is an esteemed London-based organization dedicated to documenting and honoring extraordinary achievements from across the globe. Our mission is to highlight and celebrate the remarkable accomplishment that often go unrecognized mainstream media and institutions. So here, Mrs. Elizabeth Augustine achieved the world's tallest scorpion orchid, the world's tallest scorpion orchid, reaching the height of 12 meters with spikes measuring 90 centimeters, has been built for 15 years. This remarkable achievement was measured on the 27th November 2023. So I welcome Mrs. Elizabeth Augustine for receiving the Time World Record certificate. Yes, please welcome. And also Guinness World Recorder, Mr. Dilip for handover. മാമിന് ഈ ഒരു അച്ചീവ്മെന്റിനെ പറ്റി എന്താണ് സംസാരിക്കാനുള്ളത്? സോ ഐ ഇൻവൈറ്റ് എലിസബത്ത് മാം ഫോർ സ്പീക്കിംഗ് ദ ഫ്യൂ വേർഡ്സ് ഓഫ് അബൌട്ട് ദെയർ സക്സസ്. ആദ്യമായി ഈ ടൈംസ് ഓഫ് വേൾഡിൻ്റെ അംബാസഡറായി ഇവിടെ വന്ന് എനിക്ക് എല്ലാ പ്രചോദനങ്ങളും തന്ന ദിലീപ് സാറിന് എൻ്റെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനൊരു റെക്കോർഡ് കിട്ടിയത് കാർന്നവന്മാരുടെയും എൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ അധ്വാനം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ ചെടികളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ വിത്ത് ഹോർട്ടിക്കൾച്ചർ ആൻഡ് ഫ്ലോറികൾച്ചർ, മീ ആൻഡ് മൈ ഓർക്കിഡ്സ്. ഐ ആം എലിസബത്ത് അഗസ്റ്റിൻ ഫ്രം വരാപ്പുഴ, കൊച്ചിൻ, കേരള, ഇന്ത്യ. Floriculture, a way of working with nature. It is a culture. Orchids are mimicry artists of the nature and the world. Different types of orchids in color, shape, smell, etc. Orchid family known around 60,000 species. About my orchid. My orchid is called scorpion or spider orchids. Yellow color with orange dark spots. Lengthy plant. Family Archanis flows areas. Height minimum 12 meters and above. Spike 75 to 90 centimeters. Monopodial. Age 15 years. Flowered in the top of archnate tree. Tropical terrestrial one. People called it scorpion orchid. My passion with floriculture based horticulture. Thank you all. Really great. Thank you so much, Elizabeth ma'am. Thank you. വരാപ്പുഴയെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. പിന്നെ വേറിട്ട ഒരു ശൈലിയിലൂടെ വളരെ ഗ്രാമീണമായ അല്ലെങ്കിൽ ഗ്രാമീണ ഭംഗി കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ സാധാരണക്കാരെ പോലെ ഇവിടെ ഈ സമയം ചെലവഴിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ഇതിൽ മാത്രമല്ല, ഒരു മാതൃകാ ദമ്പതികളുടെ പകിട്ടോട് കൂടിയിട്ടാണ് ഇവർ ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചത്. തീർച്ചയായിട്ടും രണ്ടുപേരുടെയും തോളോട് തോൾ ചേർന്നെന്നുള്ള സൗഹാർദ്ദത്തിലുള്ള സഹകരണമാണ് ഇത്തരത്തിലുള്ള അച്ചീവ്മെൻറ്റ്സ് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചത്. ഈ നാടിൻ്റെ പേരിലും ഞങ്ങളുടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുടുംബാംഗം എന്ന നിലയിൽ ഞങ്ങളേറെ അഭിമാനിക്കുന്നു. ഇവർക്കിനിയും
നേട്ടങ്ങൾ ഉണ്ടാകുവാനും നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും കഴിയട്ടെ. അതിനുള്ള പ്രയത്നം പ്രായം മറന്നുകൊണ്ട് ചുറൂർക്കോടുകൂടി ഓടി നടക്കുന്ന ഈ യുവമിഥുനങ്ങളെ എന്നും നാടിനെ മാതൃകയായി കാത്തു സൂക്ഷിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ ഒരു ആഡംബരമൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് സാധാരണഗതിയിൽ വലിയ കൊട്ടും പരവയും ഘോഷമൊക്കെ ആയിട്ടാണ് ഇങ്ങനെയുള്ള അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പ്രതീക്ഷിക്കും. ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഇതിനെ കാണുന്നത്. ആയിട്ട് വളരെ ആ ഗ്രാമീണ ഭംഗിയോടുകൂടി തന്നെ വന്ന് ഇവിടെ ഈ അവാർഡ് നൽകിയ ഈ ടൈം വേൾഡിൻ്റെ നേതാവ് ദിലീപിനും സഹപ്രവർത്തകർക്കും ഈ അവസരത്തിൽ പ്രത്യേകം ആശംസ ഞാൻ അറിയിക്കുകയാണ്. ലിസ ഈ പ്രകൃതിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന, എന്തും ഏതിനും നട്ടു വളർത്താനും എല്ലാത്തിനും വളരെ ശ്രദ്ധ കാണിക്കുന്നവരാണ് ലിസയും. സണ്ണി കൂടെ നിന്ന് രണ്ടുപേരും കൂടി മറ്റേ ജിമ്മി ചക്കിയത്ത് പറഞ്ഞതുപോലെ രണ്ടുപേരും ഒരേപോലെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. രണ്ടുപേരും ഒരുമിച്ച് ഒരേ അഭിപ്രായത്തിൽ ഒരേ മോട്ടോയിലാണ് ഇവരുടെ കൃഷി നടക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സദസ്സിൽ ലിസ ഇരിക്കുന്നത് കാണുവാൻ. ഈ അവാർഡ് കിട്ടിയതിൽ വളരെ